പിണറായിക്കെതിരെ വടിയെടുത്ത് കത്തോലിക്ക കോൺഗ്രസ്. കേരളം അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാരവാനിൽ നവകേരള യാത്ര നടത്തുകയും പേട്ടണ്ടി കൊണ്ട് തന്റെ പടം വരയ്ക്കുന്നതും ആസ്വദിച്ച് നടക്കുന്ന പിണറായിക്കെതിരെ വടിയെടുത്ത് കത്തോലിക്ക കോൺഗ്രസ്. വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക, കാർഷികോൽപ്പന്ന വില തകർച്ച തടയുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന അതിജീവന യാത്ര സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടത്തിലാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡ് നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് പല ദിവസങ്ങളെടുത്ത് ഈ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് തലസ്ഥാന നഗരിയിൽ ഈ സംസ്ഥാനത്തിന്റെ ഭരണശിലാകേന്ദ്രമായ ഈ സെക്രട്ടേറിയറ്റിന്റെ അടിവാതിൽക്കൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു വിനോദയാത്രയായിട്ടല്ല. ഇവിടെ ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച് അല്പം വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇരിക്കുകയല്ല. ഞങ്ങൾക്ക് ചില വിഷയങ്ങൾ ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുണ്ട്, ചില ആവശ്യങ്ങൾ അറിയിക്കുവാനുണ്ട്, ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ കേരള ജനതയുടെ പ്രത്യേകിച്ച് ഭൂരിപക്ഷം വരുന്ന കർഷകരുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം ഞങ്ങളുടേതുമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാരും വൈദികരും ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഈ ക്രിസ്മസ് കാലത്ത് ഇതുപോലെയുള്ള പരിപാടിയെ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തുവാനിടയായത്. കാരണം ഇത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ്. കർഷകര് ഇവിടെ മൂന്നാം തരക്കാരായ പൗരന്മാരല്ല, കർഷകര് ഒന്നാം തര പൗരന്മാർ തന്നെയാണ്. കാരണം കർഷകരാണ് ഈ ജനത്തെ തീറ്റിപ്പോറ്റുന്നത്. അവര് അന്നദാതാക്കളാണ്. അവര് സ്വന്തം അന്നത്തിനു വേണ്ടി കൈനീട്ടുന്ന ഇരക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ നാടിനെ ഭരിക്കുന്ന സർക്കാരിന്റെ അപമാനമാണ്. അന്നദാതാക്കളായ കർഷകർക്ക് അന്നം കിട്ടുന്നു. അവരുടെ ജീവിതം പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ വേദനകൾ കേൾക്കാതിരിക്കുവാൻ സാധിക്കയില്ല, അവരോട് നിസ്സംഗത പുലർത്താൻ സാധിക്കയില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇങ്ങനെയുള്ള ഒരു അതിജീവന യാത്രയ്ക്ക് രൂപം കൊടുത്തതും ത്യാഗപൂർവമായ അത് നടത്തി ഇന്നിവിടെ സമാപിപ്പിക്കുന്നത്. കർഷകര്
നേരിടുന്ന ദുരിതങ്ങളായ പ്രശ്നങ്ങൾ പല അവസരങ്ങളിലായിട്ട് ദീർഘനാളായിട്ട് അനേക വർഷങ്ങളിലായിട്ട് അധികാരികളോട് പ്രത്യയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ചില വാഗ്ദാനങ്ങൾ പറയുന്നു, പക്ഷേ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. ഇവിടെ പല കാര്യങ്ങളും പരാമർശിക്കപ്പെടുകയുണ്ടായി. കർഷകര് രാപകൽ അധ്വാനിക്കുന്നവരാണ്, കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, കായികാധ്വാനം ചെയ്യുന്നവരാണ്. തങ്ങളുടെ ശക്തി മുഴുവൻ മണ്ണിനോട് മണ്ണിട്ട് ജീവിക്കുന്നവരാണ്. അവരാണ് മണ്ണിൽ നിന്ന് മണ്ണ് ഉത്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതെല്ലാവരുടെയും വയർ നിറയുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെയും ഗുണകർത്താക്കളുടെയും എല്ലാം വയർ നിറയുന്നത് അവരുടെ കരവേല കൊണ്ടാണ്. അങ്ങനെയുള്ള നല്ല അധികാരികൾ ഈ നിയമസഭയിൽ അധികാരികളെ ഈ നിയമസഭയിൽ എത്തിക്കുവാൻ തെരഞ്ഞെടുപ്പിലൂടെ വോട്ടുകൾ ജയിപ്പിച്ചവരാണ് ഈ കർഷക ജനത. അങ്ങനെ അവർ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് ഈ സംസ്ഥാനത്തിന്റെ ഭരണകേന്ദ്രത്തിൽ എത്തിച്ച് MLA മാരായിട്ട്, മന്ത്രിമാരായിട്ട്, മുഖ്യമന്ത്രിമാരായിട്ടൊക്കെ വിരാജിക്കുമ്പോൾ ഞങ്ങളെ ജയിപ്പിച്ച് ഇവിടെ എത്തിച്ച ആ ജനത്തെ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അത് കൃത്യവിലോപമാണ്. അത് വലിയ ഒരു കൃതജ്ഞതയാണ്. കർഷകരോട് കാട്ടുന്ന ഏറ്റവും വലിയ അത്ഭുതതയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ വേദനകളും ക്ലേശങ്ങളുമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. അതിന് പരിഹാരം ഉണ്ടായെങ്കിലും ഇവിടെ ഒരു കാലത്ത് കർഷകർ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം സർക്കാരിനുണ്ടായിരുന്നു. അവരെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു. അവർ മലമേലകളിലേക്കും ഹൈറേഞ്ചുകളിലേക്കും മലബാറിലേക്കും എല്ലാം കടന്നു ചെന്നു. അവിടെ ജീവൻ പണയം വെച്ചുകൊണ്ട് വന്യമൃഗങ്ങളോട് യുദ്ധം ചെയ്ത് വളർച്ചകാരികൾക്ക് വിധേയരായി ഒത്തിരി പേരുടെ ജീവൻ ഭ്രമിച്ച് അവിടമൊക്കെ മുന്നിൽ പ്രദേശങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തി. അതൊക്കെയാണ് ഈ നാടിന്റെ വികസനം എന്ന് പറയുന്നത്. ഇന്ന് അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഈ കുടിയേറ്റക്കാരായ കർഷക സഹോദരങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് അവരോട് ക്രൂരത കാണിക്കുന്ന അവസ്ഥാവിശേഷത്തിന് തീർച്ചയായിട്ടും അന്ത്യം കുറിക്കേണ്ടതായിട്ടുണ്ട്. കർഷകരെ ഉത്പാദിപ്പിക്കുന്ന വിളകൾക്ക് ന്യായമായ വേതനം, കൂലി ലഭിക്കാതെ അതിനുള്ള വില കിട്ടാതിരിക്കാനുള്ളത് വളരെ വേദനാകരമായ ഒരു കാര്യമാണ്. ഉത്പാദന ചെലവ് അതിനേക്കാളൊക്കെ വളരെ കൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇതിൽ വായിക്കാൻ സാധിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതിനേക്കാൾ മുന്നോട്ട് പോയിരിക്കുന്നു ഈ 10 വർഷത്തെ കേരള ഭരണത്തിലൂടെ കർഷകരുടെ സ്ഥിതി. 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന റബ്ബറിന്റെ വില പോലും ഇന്ന് കൊടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥാവിശേഷമാണ്. ഈ അവസ്ഥയിൽ എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? പണ്ടൊക്കെ 2, 3, 1, 1.5 രൂപയ്ക്ക് സ്ഥലമുള്ളവർക്ക് ആ പുതിയ അവിടെ കൃഷി ചെയ്ത് സ്വന്തം വീടിനെ പുലർത്താൻ സാധിക്കുമായിരുന്നു. ഇന്ന് 2.5 ഏക്കറിന് പകരം 25 ഏക്കറുള്ളവർക്ക് പോലും ആ കൃഷി കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു. കൂലിച്ചെലവ് വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. അതിനാനുപാതികമായിട്ട് ഈ അവരുടെ വിളകൾക്ക് വില കിട്ടാതെ വന്നിരിക്കുന്ന അവസ്ഥാവിശേഷം, ഇതൊക്കെ വലിയ നീതി നിഷേധമാണ്, വലിയ കൃത്യവിലോപമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെയൊക്കെ ശമ്പളം കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ അധ്വാനിക്കുന്ന ജനഭാഗത്തിന്റെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ അവർക്ക് വേണ്ടി അല്പം വില വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് ഹൈക്കോടതി ഇവിടെ ഒരു പരാമർശം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടിമാലിയിലെ മഴയെ കുത്തിക്കെടുത്തി പെൻഷന് വേണ്ടി ദീർഘകാലമായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ നവ കേരള സദസ് ഇത്ര ആഡംബരപൂർവ്വം ആഘോഷപൂർവ്വം നടത്തുവാൻ പണം കണ്ടെത്തിയ സർക്കാരിന് എന്തുകൊണ്ട് ഈ മറിക്കുട്ടിച്ചേർത്തിയുടെ 1600 രൂപ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യം തീർച്ചയായിട്ടും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ പരിഹാരം ഉണ്ടായതിനും ആ പരാമർശം ഒരു മറിയക്കുട്ടിച്ചേർത്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, അതുപോലെയുള്ള 10,000-കണക്കിന് മറിയക്കുട്ടിച്ചേർത്തിമാരുടെ വിഷയമാണ് അവിടെ അവതരിപ്പിച്ചത്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടായതിനും
ഇതോടൊപ്പം തന്നെ മലയോരങ്ങളിലെ വന്യമൃഗ ശല്യം, വന്യമൃഗങ്ങൾക്ക് വിധേയരായി തീരുന്ന മനുഷ്യൻ ഇവിടെ മനുഷ്യരാണോ ആധിപത്യം നടത്തുന്നത്, മൃഗങ്ങളാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. മൃഗങ്ങളുടെ കടന്നാക്രമണത്തിന് വിധേയപ്പെട്ട് നിസ്സഹായരായി കഴിയുന്ന ഒരു ജനവിഭാഗം ഇവിടെ മൃഗ ആധിപത്യം സംഭവിക്കുന്നതുപോലെ തോന്നിപ്പോവുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥ വേറെ ലോകത്തിൽ എവിടെയാണുള്ളത്, ഏത് രാജ്യത്താണുള്ളത്? മൃഗങ്ങളുടെ വനമേഖലകളിൽ വനമാണ് മൃഗത്തിന്റെ ആവാസ കേന്ദ്രം. പക്ഷെ അവിടെ പ്രത്യേകമായ നിയന്ത്രണമൊന്നുമില്ലാതെ ഈ മൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് അവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ഇത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്ന് പറയുവാൻ സാധിക്കുള്ളൂ. ഇതിനൊക്കെ ക്രമീകരണം ഉണ്ടാകണം. വനവും മൃഗവും അവരുടേതായ ജീവിത അവസ്ഥയിൽ കഴിയണം. മനുഷ്യർ അവരുടേതായ ജീവിതാവസ്ഥയിൽ അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കണം. ഇതൊന്നും ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല. മൃഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഭരണ നേതൃത്വത്തിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഭരണം നടത്തുന്ന നേതാക്കന്മാർ ജനാധിപത്യ രാജ്യത്തിൽ ആ ജനങ്ങളുടെ സ്വരം കേൾക്കേണ്ടതായിട്ടുണ്ട്. ആ ജനങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ന്യായമായ പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമീപിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സൗജന്യം നൽകി അല്ലെങ്കിൽ ചെറിയ ആവശ്യങ്ങളൊക്കെ പരിമിതമായ രീതിയിൽ നിറവേറ്റിക്കൊണ്ട് മനുഷ്യന്റെ വോട്ടേഴ്സിന്റെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള തന്ത്രങ്ങളെ തീർച്ചയായിട്ടും വിജയിക്കാൻ പോകുന്നില്ല. അത് ഈ ജനം തിരിച്ചറിയണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക്, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഗൗരവമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ നിയമസഭയിൽ ഭരണതന്ത്രം തിരിക്കുവാൻ കർഷകരെ സ്നേഹിക്കുന്ന, കർഷകരുടെ വേദനകൾ അറിയുന്ന, കർഷകർ നിയോഗിക്കുന്ന ജനപ്രതിനിധികൾ അവിടെ എത്തേണ്ടതായിട്ട് വരും. അതിനുവേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇത് ഏതെങ്കിലും സർക്കാരിന് താഴെയിറക്കാൻ വേണ്ടിയുള്ളതല്ല. ഇത് ഈ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കുന്ന ഒരു സർക്കാർ ഈ രാജ്യത്ത് ഭരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഇത് സർക്കാരിനെതിരായ ഇത് ജനത്തിനു വേണ്ടിയുള്ള ഒരു ധർമ്മ സമര പരിപാടിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കർഷകർ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കർഷകരുടെ അധ്വാനത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും ഇതിനോട് സഹകരിക്കേണ്ടതായിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരു ഭരണ നേതൃത്വം നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ കേരള ക്രൈസ്തവ സമൂഹം നേരിടുന്ന പിന്നാക്കാവസ്ഥ, സാധാരണക്കാരായ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പിന്നാക്കാവസ്ഥയെ പറ്റി പഠിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയും JB ജോഷി കമ്മീഷൻ അതിനായിട്ട് നിയോഗിക്കപ്പെടുകയും ചെയ്തു. വളരെ വിപുലമായ രീതിയിൽ, വ്യാപകമായ രീതിയിൽ ഏറ്റവും ആത്മാർത്ഥമായി നടത്തിയ ഒരു പഠനമായിരുന്നു അത്. ഏതാണ്ട് 5 ലക്ഷത്തിലധികം നിവേദനങ്ങൾ JB ജോഷി കമ്മീഷനെ ലഭിക്കുകയുണ്ടായി. എത്രമാത്രം വ്യാപകമായിട്ട് ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും അവലോകനം ചെയ്ത്, വിശകലനം ചെയ്ത് അവതരിപ്പിച്ച ആ റിപ്പോർട്ട് എവിടെ അതിനെന്ത് പറ്റി എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇത് പലപ്പോഴും ഉയർത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും അതിന്റെ ഉള്ളടക്കം അറിയുവാനുള്ള അവകാശം ഈ സമൂഹത്തിനുണ്ട്, ഈ ക്രൈസ്തവ സമുദായത്തിനുമുണ്ട്. അത് പുറത്തുമെന്ന് നടപടി എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും കൃത്യതയോടുകൂടിയുള്ള ഒരു മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് JB ജോഷി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് അറിയണം. അതിന്റെ ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം. ഒരു വാഗ്ദാനങ്ങളിൽ അവസാനിപ്പിക്കേണ്ടതല്ല ഇതുപോലെയുള്ള എന്തിനു വേണ്ടി എത്രമാത്രം പണം ചെലവഴിച്ച് ഇങ്ങനെ ദീർഘസമയമെടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കി ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാകണം. ഇവിടെ നവകേരള സദസ്സില് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. നല്ല കാര്യം, ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ നല്ല കാര്യം. പക്ഷേ അവിടെ കേട്ട ആവശ്യങ്ങൾ, ആളുകളുടെ പ്രതിവേദനങ്ങൾ, അവരുടെ നിവേദനങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച്
കേട്ട് അതിന് പരിഹാരം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നാളെയുടെ ഏറ്റവും ആഘോഷപൂർവ്വമായിട്ട് സമാപിക്കുന്ന നവകേരള സദസ്സ് അർത്ഥശൂന്യമായി തീരും. അതുകൊണ്ട് ജനങ്ങളുടെ നിവേദനങ്ങൾ മനസ്സിലാക്കി അതിന് ശാശ്വത പരിഹാരം നൽകുന്ന രീതിയിലുള്ള പ്രതികരണം, തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.